ഹായ്, എല്ലാവർക്കും ജോ കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ പോരാ, അതുക്കും മേലെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളിത് എന്തായാലും കോക്കനട്ട് ഓയിലിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ വേണമെങ്കിൽ വറക്കാൻ മാത്രം നിങ്ങൾ സൺഫ്ലവർ യൂസ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 സവോളയാണ് കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റേ അങ്ങ് മാറിപ്പോകും. അപ്പോൾ ഞാനിവിടെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 100 ഗ്രാം ഉള്ളി. അപ്പോൾ ഉള്ളി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, ഒരു സവോള അരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു തക്കാളി, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ സവോള വറുത്ത എണ്ണയുടെ ബാക്കിയിലേക്ക് തന്നെയാണ് ഞാനിവിടെ കറിവേപ്പില ചേർത്ത് കൊടുത്തത്. കറിവേപ്പില ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഞാനതിലേക്ക് ഉള്ളിയും സവോളയും പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കതൊന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ സവോളയുടെ ഉള്ളിയുടെ ഒക്കെ കളറ് മാറി വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പൊടികളിലെ പച്ചമണം മാറുന്നിടം വരെ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ പൊടികൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നമ്മൾ പൊടികളിലെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. പിന്നെ അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയും മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ പൊടികളിലെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണേ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും വേണം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കുറച്ചുകൂടെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ ചിക്കൻ ഒന്ന് ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ അരപ്പും ചിക്കനൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇപ്പം എല്ലാം നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചിക്കനിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണേ, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് മിസ്സാവും. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സർവ്വസുഗന്ധിയുടെ ഇലയാണ്. സർവ്വസുഗന്ധി അല്ലെങ്കിൽ പഞ്ചസുഗന്ധി എന്നൊക്കെ പറയും. ഇതിപ്പോൾ ഞാനിവിടെ ഉണങ്ങിയതാണ് ചേർക്കുന്നത്. അപ്പോൾ പച്ചയോടെ ആ മരത്തിൽ നിന്ന് അങ്ങനെ പറിച്ച് ചേർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചേർക്കുക. ഇനി ഇല്ലാത്തവരുണ്ടെങ്കിൽ അത് ചേർക്കണ്ട. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഫ്രൈഡ് ഓനിയൻസും കൂടെ ഞാൻ അതിൻ്റെ ഒരു പകുതിയാണ് ഇടുന്നത്. പകുതി നമ്മൾ ലാസ്റ്റാണ് ഇടുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. പിന്നെ നിങ്ങൾ സർവ്വസുഗന്ധിയുടെ ഇല ഒരെണ്ണത്തിൽ കൂടുതലൊന്നും ഇടാൻ പാടില്ല കേട്ടോ. അത് കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രുചി ഭയങ്കരമായിട്ട് നിൽക്കും. അതിൻ്റെ ടേസ്റ്റ് മാത്രമായിട്ടേ ഉണ്ടാകുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ പഞ്ചസുഗന്ധി എന്ന് അതിന് പേര് കിട്ടിയത് തന്നെ അതിലെ 5 സ്പൈസസും കൂടെ ചേർന്നതാണത്. അതുകൊണ്ടത് ചിക്കനിലും ബിരിയാണിയിലും അങ്ങനത്തെ ഉള്ളതിലൊക്കെയാണ് നമ്മൾ ചേർക്കുക. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും തരിക. ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് വേവിക്കാനൊക്കെ വെച്ചിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ കുറേ വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല ഗ്രേവി പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് ചാറായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണ്ടാത്തവർക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് സ്കിപ്പ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം.
എൻ്റെ മറ്റ് വീഡിയോസൊന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ പോയി ഒന്ന് കാണണേ. പിന്നെ ഞാൻ പെപ്പർ ചിക്കൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പൊറോട്ട പിടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് പിടിയുടെ കൂടെ കഴിക്കാനാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചതും ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടത് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാകത്തിനുള്ള ചാറിൻ്റെ രൂപത്തിൽ തന്നെയാണ് ആയിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ നേരം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതിയാകും. നമ്മൾ ആദ്യം കുറച്ചേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ചും കൂടെ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പോളം ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒനിയൻ്റെ ബാക്കി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രൈഡ് ഓനിയൻ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു തിക്ക് ഗ്രേവിയാണ് ഉണ്ടാവുക. അപ്പം അതെന്തായാലും നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മുടെ ലാസ്റ്റ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ലാസ്റ്റത്തെ ഈ ഒനിയനും ഗീയും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ചിക്കന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതെന്തായാലും സ്കിപ്പ് ചെയ്യരുത്. കുറച്ച് സമയം ഇരിക്കുമ്പോഴേ നമ്മുടെ ചാറൊക്കെ ഇത് നന്നായിട്ട് കുറുകി വരും. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുകയാണ്. മല്ലിയില കുറച്ചും കൂടെ മുന്നേ ചേർക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഞാനത് ചേർക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ കുറച്ച് സമയം ഇരുന്നപ്പോഴത്തേനും കണ്ടോ നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.